ഹായ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നെറ്റ്ഫ്ലിക്സിൽ പുതിയതായിട്ട് ഇറങ്ങിയ ഏപെക്സ് എന്ന പടത്തിന്റെ റിവ്യൂ ആണ്. 1.5 മണിക്കൂറുള്ള പടം. ചാർലീസ് തെറോൺ, ടാരോൺ എഗർട്ടൺ എന്നീ രണ്ട് മെയിൻ ക്യാരക്ടറാണ് പടത്തിലുള്ളത്. ത്രൂ ഔട്ട് ഇവർ തന്നെയാണ്, വേറൊറ്റ മനുഷ്യന്മാരും ഇടക്കിടക്ക് വരും, ഒന്നുമില്ല, അതൊന്നും കാര്യമില്ല. ഒരു ഡ്രാമ, ആക്ഷൻ, ഹൊറർ ഉണ്ട്, പിന്നെ കുറച്ച് സ്ലാഷർ ഉണ്ട്, പിന്നെ ഒരു റിവെഞ്ച് ടൈപ്പ് സംഭവമൊക്കെയാണ്. ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം, അതാണ് ഏപെക്സ് പറഞ്ഞ പടം. ആൻഡ് ദിസ് ഫിലിം was such a very average and also bad and sometimes good അങ്ങനത്തെ ഒരു പടമായിരുന്നു. ലൈക്ക് ഓവറോൾ ഫോർ മീ ഇറ്റ്സ് എ ബാഡ് ഫിലിം ഞാൻ പറയുള്ളൂ. കാരണം ഫസ്റ്റ് 7 മിനിറ്റ്സ് കൊള്ളാം. അത് മെയിൻ ക്യാരക്ടറിന്റെ ബാക്ക് സ്റ്റോറിയാണ്, എന്തുകൊണ്ടാണ് പുള്ളിക്കാർ പിന്നെ എന്താണോ കുറെ മരമല്ലേ മലയുടെ മോളിൽ കയറി ഇങ്ങനെ കുറെ ഉണ്ട്. ഇങ്ങനത്തെ ഒരു വേർപാടുണ്ടായിരുന്നു. ഫോള് മോളിൽ കയറിപ്പോൾ 2-3 പേര് ഞാൻ കൂട്ടുകാർ എന്നിട്ട് ഭയങ്കര കരച്ചില്, ഉയ്യോ എന്ത് പറ്റിയെന്ന് നോക്കല. ഇതെന്ത് വിചാരിച്ചു ഇത്രയും മോളിൽ കയറുമ്പോൾ പിന്നെ ഒന്നും പറ്റൂലെന്ന് ചോദിച്ചാൽ ഒരുമാതിരി ലൈക്ക് കുത്തിക്കഴപ്പെന്ന് പറയൂലേ, അതൊക്കെയാണ് ശരിക്കും. സാധാരണ ട്രക്കിംഗ് ഒക്കെ നിങ്ങൾ മലയിലെത്തി അങ്ങനെയൊക്കെ ഓക്കെ. ഇതെന്ന് പറയുമ്പോൾ അവിടെ ചെന്നിട്ട് ഒരുമാതിരി ടോക്കും വലിയ ഈ കാര്യങ്ങളിലൊക്കെ ഡേഞ്ചറിനെ വളരെ ലൈറ്റായിട്ട് എടുക്കുമ്പോൾ എന്ത് സംഭവിക്കും? ഡേഞ്ചർ എന്താണ്, നിന്നെ കളിയാക്കണമെന്നുള്ള രീതിയിൽ നിനക്കിട്ട് ഞാൻ ഒരു പണി തരാന്ന് പറഞ്ഞ പോലെ മലയുടെ മുകളിൽ നിന്ന് എടുത്തിടും. അത് തന്നെയാണ് സംഭവം. സോ ഈ നെറ്റ്ഫ്ലിക്സിൻ്റെയൊക്കെ മെയിൻ ഈ ഫാസ്റ്റ് കട്ട്, ഈ എഡിറ്റിംഗ് സ്റ്റൈൽ, ഇതൊക്കെ കൊണ്ട് തന്നെ നെറ്റ്ഫ്ലിക്സ് പടങ്ങൾ കാണാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഐ എം സോറി നെറ്റ്ഫ്ലിക്സ്, ബട്ട് ഇറ്റ്സ് വെരി ഫാസ്റ്റ് പേസ്ഡ് ഷിറ്റ് എന്ന് ഞാൻ ഈ പടം പറയുള്ളൂ. ഒരു 7 മിനിറ്റിന് ശേഷം ഫുള്ളും ലൈക്ക് ലാഗ് ആയിരുന്നു. ആ ക്യാരക്ടറിനോട് എനിക്ക് ഇഷ്ടപ്പെട്ടു. 2 മെയിൻ ക്യാരക്ടേഴ്സ് അഭിനയിച്ചത് നന്നായിട്ടുണ്ട്. ബട്ട് ടാരോൺ എഗർട്ടന്റെ സൈക്കോ പരിപാടി എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ഐ ഡോണ്ട് ഫൈൻഡ് ഹിം എനി സൈക്കോ. എനിക്കൊരു പേടിയും തോന്നിയില്ല, എനിക്ക് ഓവറോൾ ഒരു ഇമ്പാക്റ്റ് തോന്നിയില്ല ആ ഒരു പുള്ളിയുടെ ഒരു പെർഫോമൻസിൽ നിന്ന്. പക്ഷെ നല്ല പെർഫോമൻസ് പുള്ളി കഷ്ടപ്പെട്ട് ചെയ്തിട്ടുണ്ട്, ബട്ട് എനിക്ക് തോന്നിയില്ല. ചാർലീസ് തെറോൺ എപ്പോഴും ഒരു നല്ല ഒരു സാധനം ചെയ്തു വെക്കും. ഒരു മിനിമം ഗ്യാരണ്ടി പെർഫോമൻസ് ചാർലീസ് തെറോണിൻ്റെ കയ്യിൽ നിന്ന് ഉണ്ടാവും. ബട്ട് ഫിലിം വാസ് ഷിറ്റ്, മോസ്റ്റ് ടൈം ഷിറ്റ്. ആൻഡ് കുറച്ച് പോർഷനൊക്കെ ഓക്കെ, ആവറേജ്. ബട്ട് വളരെ നല്ല മൂമെന്റ്സ് ഇപ്പോഴല്ല ആ പടത്തിൽ ഉണ്ടായിരുന്നില്ല. ഒരു സ്പോയിലർ ഒന്നും പറയുന്നില്ല, ബട്ട് സ്റ്റിൽ എൻഡിങ്ങിലൊക്കെ ലൈക്ക് എൻഡിങ്ങിൽ ഈ പുള്ളിക്കാരി മലകരണമാണല്ലോ. അപ്പൊ അങ്ങനെ ഒരു പോർഷനിലേക്ക് തന്നെ എത്തിക്കണമല്ലോ. അങ്ങനെ ഒരു റൈറ്റിംഗ് ആയിരുന്നു. അതാണ് ഷോ പോയത്. ലൈക്ക് ഇത് തന്നെയാണ് എല്ലാ നെറ്റ്ഫ്ലിക്സിന്റെ മെയിൻ സംഭവങ്ങളൊക്കെ സംഭവിക്കുന്നത്. തുടക്കം ഒരു ക്യാരക്ടറിനെ കാണിക്കും, അയാളുടെ ഒരു വേദനായ ബാക്ക് സ്റ്റോറി. മറ്റേ പടമില്ലേ, അതായത് വാർ മെഷീൻ, അതും ഇതുവരെയൊക്കെ തന്നെയല്ലേ. തുടക്കം ഒരു മെയിൻ ക്യാരക്ടറിനെ കാണിക്കും, അയാളുടെ ഒരു വേദനാകരമായ ഒരു ബാക്ക് സ്റ്റോറി. ഒരു ബ്രദർ, വാർ മെഷീനിൽ ബ്രദർ പോയി, ഇതില് ഹസ്ബൻഡ് പോയി, അങ്ങനത്തെ ഒരു സംഭവം. അത് ചെറിയ സ്പോയിലർ ആയിരുന്നു. എന്നിട്ട് പിന്നെ നോബഡി കെയർസ് മാൻ, എന്നിട്ട് അങ്ങനെ ഒരു ജേർണിയിലോട്ട് പോകും. എന്നിട്ട് വീണ്ടും ആ ഒരു വേദന വീണ്ടും റീവിസിറ്റ് ചെയ്യേണ്ടി വരും. എന്നിട്ട് അതിനെ അതിജീവിച്ച് പൊരുതി വിജയം നേടുക. ഈ ഒരു സോർട്ട് ഓഫ് സ്റ്റോറി ലൈൻ എല്ലാ സിനോറിയോയിലും കൊണ്ടിടും. എന്നിട്ട് ഈ നടന്മാർക്ക് ജോലി കൊടുക്കും. അതിൽ നിന്നുള്ളൊരു അവരൊരു പ്രൊമോഷൻ, അങ്ങനെ എന്താണോ ഒന്നറിയില്ല. ഐ ഡോണ്ട് കെയർ. ഇറ്റ്സ് വെരി ഫാറ്റീഗ് പോലെയുണ്ട്. മാർവലിന്റെ ഫാറ്റീഗ് എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നല്ല, കുറച്ച് നാൾ ഞാൻ സൂപ്പർ യൂസ് ഇറക്കി ആ മതി കണ്ട തന്നെയല്ലേ വീണ്ടും മാറ്റി എഴുതണത്. അതേപോലെ തന്നെയാണ് ഇതും. നെറ്റ്ഫ്ലിക്സിന്റെ സെയിം ഓൾഡ് ഷിറ്റ് വീണ്ടും പല പടങ്ങളായിട്ട് ഇറക്കുന്നു. സെയിം സ്റ്റോറി ലൈൻ, ഫാസ്റ്റ് പേസ് കട്ട്സ്, എന്തെങ്കിലും 10 സെക്കൻഡിൽ എന്തെങ്കിലും ഒരു എഡിറ്റിംഗ് പാറ്റേണിൽ എന്തെങ്കിലും കാണിക്കണം, എന്നാലേ ആൾക്കാരെ ബോറടിപ്പിക്കാതിരിക്കുന്നു. ഈ പടത്തിൽ എന്തോരം പക്ഷേ എനിക്ക് ബോറടിച്ചു. ഞാനൊക്കെ മൊബൈലൊക്കെ നോക്കിക്കണേന്ന് ഭ്രാന്തായിരിപ്പോയി എൻ്റെ പൊന്നോ. അത്രേ ഉള്ളൂ ഏപെക്സിന്റെ ഒരു പടം. റിവ്യൂ ഓക്കെ, നിങ്ങൾക്ക് കാണണമെങ്കിൽ കണ്ടോ. ഐ ഡോണ്ട് ലൈക്ക് ദിസ് ഫിലിം. ബൈ. കണ്ടതിന് ഈ വീഡിയോ കണ്ടതിന് നന്ദി. ബൈ.